എടാ, ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ആദ്യമായിട്ട് കാണാവും. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവും. സംഗതികൾ പറയണതൊക്കെ മനസ്സിലാവും എന്ന് കരുതുക. അപ്പോൾ +1 4ാമത്തെ ചാപ്റ്റർ കേട്ടോ. ആദ്യമൊക്കെ 5ാമത്തെ ചാപ്റ്റർ, ഇപ്പോൾ 4ാമത്തെ ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ചാപ്റ്ററിൻ്റെ പേര്. ചെറിയ ചാപ്റ്റർ, കുഞ്ഞു ചാപ്റ്ററാ. പിന്നെ കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയുന്ന ഒരാൾക്ക്, അതായത് അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ അറിയുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അധികം കൺസെപ്റ്റുകളോ കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അതേപോലെ തന്നെ വെയിറ്റേജും വളരെ കുറവാണ്, 3 മാർക്കേ ഉള്ളൂ ആകെ വെയിറ്റേജ് ആയിട്ട്. പക്ഷേ ആ 3 മാർക്ക് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരം ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യനുകളുണ്ട്, അതന്നെയാണ് മാറി മറിഞ്ഞും ചോദിക്കാറ്. പക്ഷേ കഴിഞ്ഞൊരു കൊല്ലം മാത്രം എന്ത് സംഭവിച്ചു, കുറച്ചും കൂടി ടിസ്റ്റായിട്ട് ചോദിച്ചു. ഓക്കെ, ബാക്കിയുള്ള കൊല്ലങ്ങളിലെല്ലാം സ്ഥിരം ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുവിധം ഇതിൽ വരാൻ സാധ്യതയുള്ള എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം നോക്കിയപ്പോൾ അതിൽ 2 സംഗതികൾ ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേടാ. ആ ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിലും ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലും 2 നമ്പറുകൾ ഉണ്ട്. ആ നമ്പറുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളണം അതെന്താണ്, ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. കാരണം അതിൽ എന്തുണ്ട്, റിയൽ ടേമുകളും ഇമാജിനറി ടേമുകളും ഉണ്ട് അല്ലേ. അങ്ങനെ ഉള്ള 2 കോംപ്ലക്സ് നമ്പറുകളെ ഈക്വൽ ആണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായിക്കോ, അങ്ങനെ 2 കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം അതിൻ്റെ ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും, അതിൻ്റെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും. ഇനി മറക്കാൻ പാടില്ല സാധനം, 2 കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും, അതിൻ്റെ ഇമാജിനറി പാർട്ടുകൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നോക്കടാ, ഇതില് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത ടേം ഏതോ അതാണ് അതിൻ്റെ റിയൽ പാർട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 4x എന്ന് പറയുന്നതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട്. റൈറ്റ് സൈഡിലുള്ളതിന്റെ റിയൽ പാർട്ട് എന്താ, 3 ആണ് അല്ലെ. അപ്പൊ 4x = 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് x = 3/4 എന്ന് എഴുതാം. എക്സിന്റെ വാല്യൂ കിട്ടി, സിമ്പിൾ അല്ലേ, എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നോക്ക്, ഇതേപോലെ അതിന്റെ ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം, 3x - y എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ, -6 ഈക്വലാ. ആ മൈനസിനെ മറന്നു പോരുതിട്ടാ, വെറുതെ ഐ കൊണ്ട് എഴുതിയിട്ടുണ്ടാ, ഐ ഒക്കെ വെട്ടിപ്പോവും. അപ്പൊ ഐ മുയ്യൊന്നും വേണ്ട, ആകെ നമ്പർ മാത്രം നോക്കിയാൽ മതി. 3x - y ദാറ്റ് ഈസ് ഈക്വൽ ടു -6. ഇനി നോക്കടാ, കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ ആ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, 3/4 അല്ലേ. അപ്പൊ എക്സിന് വരെ 3/4 കൊടുക്കുക. അപ്പൊ എന്ത് വരും, 3 × 3/4 - y = -6. ശരിയല്ലേ. 3 × 3/4 എന്ന് പറഞ്ഞാൽ 9/4 9/4 - y = -6. നമുക്ക് വേണ്ടത് y-ന്റെ വാല്യൂ അല്ലേ. ആ y-നെ മെല്ലെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുവരേ. അപ്പൊ എന്താവും, -y എന്നുള്ളത് y ആയിട്ട് മാറും. ഈ -6 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, +6 ആവും. ദാറ്റ് ഈസ് 9/4 + 6. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. പെട്ടെന്ന് ചെയ്തോ. 4 × 4 9, 9 പിന്നെ 24 അല്ലെ. അപ്പൊ എത്ര വരും, 33 തരും. ദാറ്റ് ഈസ് y = 33/4. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി, വൈന്റെ വാല്യൂ കിട്ടി. അത്രയുള്ള ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ, 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി എപ്പോഴും നമുക്ക് അറിയാം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ അത് A+IB ഫോമുല. അപ്പോൾ ആ ഫോമിലേക്ക് കോംപ്ലക്സ് നമ്പറുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ തരും. അതവിടെ തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്, -5i × 1/8i എന്നുള്ളത് അല്ലേ. എടാ, ഈ ഐ കൊണ്ട് നടുവിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട. ഈ നടുവിൽ എഴുതുന്നത് ശരിക്കും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി എഴുതുന്നതാ. എപ്പോഴും മനസ്സിലായിക്കൊള്ളണം, ഈ ഐ ഇങ്ങനെ നടുവിൽ, അതായത് ആ 1/8ന്റെ കൂടെ ഒരു ഐ ഉണ്ടല്ലോ, അതിങ്ങനെ നടുവിൽ എഴുതി എന്നുള്ളതിന്റെ അർത്ഥം അത് ശരിക്കും മേലെ എഴുതേണ്ടതാ. മനസ്സിലാവുണ്ടോ, 1i/8 എന്നാണ് അതിന്റെ അർത്ഥം ശരിക്കും, അല്ലാതെ 1/8i എന്നല്ല. അത് പലരും തെറ്റിക്കുന്ന സാധന, തെറ്റിക്കരുത്, മനസ്സിലായിക്കൊള്ളണം. ഇങ്ങനെ നടുവിൽ ഐ എഴുതിയാൽ അതിന്റെ അർത്ഥം അത് എവിടെ വരേണ്ടതാ, മേലെ വരേണ്ടതാ കേട്ടോ. അപ്പൊ ഇതിനൊന്ന് ഭംഗിയാക്കി എഴുതി എങ്ങനെ ഉണ്ടാവും, -5i × 1i/8 എന്നുണ്ടാവും. -5i ×
1i/8. ഇനി എന്ത് ചെയ്യണം? മേലുള്ളതുകൊണ്ട് ഗുണിച്ചൂടെ? -5 × 1 തന്നെ -5 തന്നെ. i × i എന്തായി? i² ആയി /8. അപ്പൊ എന്ത് കിട്ടി? -5i²/8 എന്ന് കിട്ടി. ഇനി i²ന്റെ വാല്യൂ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. i²ന്റെ വാല്യൂ -1 ആണ്. i² = -1. ദാറ്റ് ഈസ് -5 × -1 വരും. എത്ര വരും? 5 വരും. ദാറ്റ് ഈസ് 5/8 എന്ന് വരും. നമുക്ക് ഈ 5/8 എന്ന് എഴുതിയിട്ട് മിണ്ടാതിരിക്കാൻ പാടില്ല. ഏത് ഫോമിൽ എഴുതണം? a+ib ഫോമിൽ എഴുതണം. അതായത് ഇമാജിനറി പാർട്ട് കൂടി അവിടെ എഴുതണം. അപ്പൊ എന്ത് എഴുതിയാൽ മതി? 5/8 + 0i എന്ന് എഴുതിക്കോ. ഒരു ഭംഗിക്ക് അങ്ങനെ എഴുതി വെച്ചോ. കാരണം ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭംഗിക്ക് അങ്ങനെ എഴുതിയേക്കോ കേട്ടാ. 5/8 + 0i. അപ്പൊ അതായി ഒന്നാമത്തെ കിട്ടി. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോ. രണ്ടാമത്തെ ചോദ്യത്തിലും കുറെ ഐ ഉണ്ട്. ഐനെ കൊണ്ട് ബഹളാണ് രണ്ടാമത്തെ ചോദ്യം മൊത്തം. അതിനൊക്കെ ഭംഗിയാക്കണം കേട്ടാ. അപ്പൊ ആദ്യം അതിന്റെ പണി എന്താണെന്ന് വെച്ചാല് ആ -i × 2i ഉണ്ടല്ലോ, അത് ആദ്യം നമുക്ക് ചെയ്തു നോക്കേ. -i × 2i, അതായത് 3 നമ്പറിനെ ഗുണിക്കാനാണല്ലോ. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ ഗുണിച്ചിട്ടല്ലേ പിന്നെ മൂന്നാമത്തിനെ ഗുണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം 2 നമ്പറിനെ ഗുണിച്ചു നോക്കുക. -i × 2i ഗുണിക്കാം. -i × 2i. അപ്പൊ എന്ത് കിട്ടും? i × i i² ആണ്. i²ന്റെ വാല്യൂ -1 ആണ്. ആ മൈനസ് ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പൊ അത് 2 എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? 2. അപ്പൊ -i × 2i എന്ന് വിളിച്ചാൽ അത് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് വേണ്ടത് -1/8i³ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വൃത്തികെട്ടവൻ പടി വന്ന് കിടക്കുന്നുണ്ട്. ആര്? ആ നടു വന്നു കണ്ട് ഐ കിടക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്താക്കണം? ഐനെ മേലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനൊന്ന് ഭംഗിയിൽ എഴുതി എങ്ങനെ ഉണ്ടാവും? -1i /8 3 എന്നുണ്ടാവും. അത് -1i /8 3 ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് 8ന്റെ ക്യൂബ് ആണ്. 8ന്റെ ക്യൂബ് 512. അതിൽ ആർക്കും സംശയം വേണ്ട. 512 8ന്റെ ക്യൂബ്. ഇനി എന്ത് കാട്ടണം? -1iന്റെ ക്യൂബ് കാണണം. അതായത് -i³ എത്രയാണെന്ന് കാണണം. വേണ്ടേ? -i³ എത്രയാണെന്ന് വേണ്ടേ? തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അങ്ങനെ ഇങ്ങനെ എഴുതാം. -i × -i എഴുതി കൂടെ? -i × -i എന്ന് എഴുതാം. ഇനി നോക്കടാ, എന്താണ് ഈ -i × -i? മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് i² എന്ന് വരും. i²ന്റെ വാല്യൂ എന്താ? -1 ആണ്. -1. അപ്പൊ ഇത് -1 × -i എന്ന് വരും. ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു i. -1 × -i എന്ന് പറഞ്ഞാൽ അത് iക്ക് തുല്യമായിരിക്കും. എന്തിനു തുല്യമായിരിക്കും? iക്ക്. അപ്പൊ നോക്ക്, ഈ സാധനം ക്യൂബ് ചെയ്തതിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? i / 512 കിട്ടി. ഇനി ആദ്യം ആരവിടെ ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ 2 × i / 512 എന്ന് വരും. 2 512 വെട്ടുമ്പോ i / 256 എന്ന് വരും. i / 256 എന്ന് വരും. നമുക്ക് a+ib ഫോമിലല്ലേ ആക്കേണ്ടത്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റിയൽ പാർട്ടിന് തൽക്കാലം 0 എന്ന് എഴുതി കൊടുക്കുക. സോ a+ib ഫോം എന്താ? 0 + i / 256 കേട്ടാ. അപ്പൊ കുറെ ഐ വന്നു വെച്ചിട്ട് ബേജാറൊന്നും ആവണ്ട. അതിങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയിൽ ആൻസർ കിട്ടിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ a-b³ എന്നുള്ള ഫോർമുല ഉണ്ടല്ലോ. ആ ഫോർമുലയിൽ എക്കും ബിക്കും പകരം വാല്യൂ കൊടുത്തിട്ടേ ഉള്ളൂ ഇതില്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആദ്യം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ a-b³ ഫോർമുല അറിയണം. a-b³ ഫോർമുല അറിയണം. അത് ആദ്യം എഴുതുക. a-b³ ഈക്വൽ ടു എന്താണ്? പറഞ്ഞു നോക്കടാ. a³ - 3a²b + 3ab² - b³. a³ - 3a²b + 3ab² - b³. അതാണ് a-b³ ഫോർമുല. ഇനി നോക്കടാ താഴേക്ക് മേലേക്ക് നോക്കുമ്പോ a = 5. അതേപോലെ ബിന്റെ വാല്യൂ എന്തിന് ഈക്വലാ? -3iക്ക് ഈക്വലാ അല്ലേ? -3i അല്ല, 3iക്ക് ഈക്വലാ. എന്തിന് ഈക്വലാണ്? 3iക്ക് ഈക്വലാ. അപ്പോ എന്റെ വാല്യൂ 5ന് ഈക്വലാ. ബിന്റെ വാല്യൂ ആർക്ക് ഈക്വലാ? 3iക്ക് ഈക്വലാ. -3iക്ക് എഴുതരുതേ. കാരണം അത് a-bയും ഇതും കൂടെ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആ 5 എന്നുള്ളടത്ത് a കിടക്കുന്നുണ്ട്, 3i എന്നുള്ളടത്ത് b കിടക്കുന്നുണ്ട്. സോ a = 5 ആണ്, b = എന്താണ്? 3i ആണ്.
ഇനി നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? 5 ക്യൂബ്, ആദ്യം 5 ക്യൂബ് മൈനസ് 3 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ഇൻറ്റു 3i പ്ലസ് 3 ഇൻറ്റു 5 ഇൻറ്റു 3i ഹോൾ സ്ക്വയർ മൈനസ് 3i ഹോൾ ക്യൂബ് എന്നുണ്ടാവും. ശരിയല്ലേ? 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 എക്കും ബിക്കും വാല്യൂ എടുത്തില്ലേ? ഇനി എന്താ 5 ക്യൂബ്? വാട്ട് ഈസ് 5 ക്യൂബ്? ദാറ്റ് ഈസ് 125, 125 മൈനസ് ഇനി എന്താക്കണം? 3 ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 3i ഗുണിക്കണം. അതായത് 5 സ്ക്വയർ 25, 3 ഇൻറ്റു 3 9, 25 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 225 വരും അല്ലേ? 225i. കാൽക്കുലേറ്റർ ഗുണിച്ചോ ഈ കളിട്ടടാ, 225i ആണെന്ന് തോന്നുന്നുണ്ട്. ഇനി എന്താക്കണം? 3 ഇൻറ്റു 5 ഇൻറ്റു 3i സ്ക്വയർ ചെയ്യണം. 3i സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. അപ്പോൾ -1 ഇൻറ്റു 3 സ്ക്വയറിന്റെ വാല്യൂ 9 ആണ്. ദാറ്റ് ഈസ് 9 ഇൻറ്റു -1 -9 ആയി. -9 ഇൻറ്റു 3 -9 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയായി? -27 ആയി. -27 ഇൻറ്റു 5 വരും. -27 ഇൻറ്റു 5 എത്ര വരും? -135 എന്ന് വരും. -135 ഇനി എന്തുണ്ട്? -3i ക്യൂബ് ഉണ്ട്. 3ന്റെ ക്യൂബ് എത്രയാ? 27 ആണ്. 3ന്റെ ക്യൂബ് എത്രയാ? 27. i ക്യൂബ് -i ആണ്. ആ മൈനസും ഈ മൈനസും കൂടി എന്താവും? പ്ലസ് ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് 27i എന്ന് കിട്ടും. എത്ര കിട്ടും? 27i. ഇനി എന്ത് ചെയ്യണം? ഇതിലെ റിയൽ പാർട്ടുകളെ തമ്മിൽ ചെയ്യണം. ഏതൊക്കെയാ റിയൽ പാർട്ട്? 125 ഉണ്ട് ഇവിടെ, -135 ഉണ്ട്. അപ്പൊ 125 -135 എന്ന് പറഞ്ഞാൽ -10. പിന്നെ ഉള്ളത് -225i ഉണ്ട്, +27i ഉണ്ട്. അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ -198i എന്ന് കിട്ടും അല്ലെ? രണ്ട് ചിഹ്നമാണ്. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്ടാൽ മതി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ -198i എന്ന് കിട്ടും. കേട്ടല്ലോ? അപ്പോ ആ ഇക്വേഷൻ അറിയുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എക്കും ബിക്കും പകരം നേരെ വാല്യൂ കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. പിന്നെ വരുന്നത് iന്റെ ക്യൂബ്, iന്റെ സ്ക്വയർ തുടങ്ങിയ സാധനങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ iന്റെ 4 വാല്യൂസ് പഠിക്കണം. iന്റെ വാല്യൂ √-1, i സ്ക്വയർ -1, i ക്യൂബ് -i ആൻഡ് i raised to 4 = 1. ഈ 4 കാണാപ്പാടം പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ, 3 മാർക്കിന്റെ ഒറ്റയടിക്ക് ചോദിക്കാവുന്ന ചോദ്യമാണിത്. കേട്ടാ? ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ ചോദ്യത്തിന് ആദ്യം മാറ്റണം. ചോദ്യത്തിന് ആദ്യം ചെറിയ രീതിയിൽ മാറ്റിയാലേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. കേട്ടാ? അപ്പൊ അതില് എന്താണ് മാറ്റേണ്ടത് നോക്കിക്കോ. മാറ്റേണ്ട ഒരു സാധനമാണ് ഈ കിടക്കുന്ന ആള്. ആര്? ഈ √-2 എന്ന് പറയുന്ന ആള്. എടാ ഇങ്ങനെ മാത്രം ക്വസ്റ്റ്യൻ വരലുണ്ട് കേട്ടാ. ഫൈൻഡ് ദ ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ -√2 എന്ന് വരും. അപ്പൊ ഇതിൽ ഐനെ കാണാനില്ലല്ലോ, അതിൽ ഇമാജിനറി പാർട്ട് 0 ആണെന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കും. അതോടുകൂടി എന്താവും? നശിക്കും, തെറ്റിപ്പോവും. അപ്പോ ഒരു കാരണവശാലും അങ്ങനെ എഴുതരുത്. ഇനി എങ്ങനെയാണ് i വന്നത് നോക്ക്. ഈ -√2നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? √2 × -1 എഴുതാലോ. √2 × -1 സ്റ്റെപ്പായിട്ട് പറഞ്ഞാൽ സിമ്പിൾ സാധനം. അത് √2 × -1 എഴുതാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? √2 × √-1 എഴുതാം. ദാറ്റ് ഈസ് √2 × ഇതാരാ i. കണ്ട √2i കണ്ടോ? അപ്പൊ നോക്ക്, ഈ √-2 എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറി? √2i എന്നായി. അപ്പൊ അവിടെ ഇമാജിനറി പാർട്ട് വന്നല്ലോ. അപ്പോ ഇതുപോലെ ചോദ്യം വരാറുണ്ട് കേട്ടാ. അപ്പോ ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ ഏത് കോലത്തിൽ വരും? അപ്പോ -√3 പ്ലസ് ഈ ചെയ്താനെ വരാതെ കൊടുക്കുക √2i ഇൻറ്റു കണ്ട ഇങ്ങനെ മാറ്റണേ. ഈ സാധനം മായ്ക്കുണ്ട് കേട്ടടാ. ഇത് മായ്ക്കുണ്ട്, ഇത് വേണ്ട. അപ്പൊ എന്തായി? ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റി ഇങ്ങനെ ആക്കി. -√3 പ്ലസ് √2i ഇൻറ്റു 2√3 -i എന്നായി. എന്തായി? 2√3 -i. ഇപ്പൊ നോക്ക്, രണ്ടു ആളും ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. അപ്പൊ ഓരോരുത്തരെ കൊണ്ട് ഓരോരുത്തരെ ഗുണിക്കണം. ഒന്നും തെറ്റിക്കരുത്. ആദ്യം നോക്കിക്കോ. ഈ -√3 ഇല്ലേ? -√3 മൂപ്പരെ കൊണ്ട് 2√3നെ ഗുണിക്കണം. √3 × √3 എന്താവും? 3 ആവും. 3 × 2 6 -6 എന്താവും? -6. കേട്ടല്ലോ? ഇനി ഈ -√3നെ -i കൊണ്ട് ഗുണിക്കണം. -⁻ പ്ലസ് ആവും. സോ ഇറ്റ് ഈസ് √3i. ഇനി എന്താക്കും? 2√3 × √2i. അപ്പൊ ഇയാളെ കൊണ്ട് ഗുണിച്ചു, ഇനി ഇയാളെ കണ്ട ഗുണിക്കണ്ടേ. അപ്പൊ √2 × √3 എന്താ? √2 × √3 എന്ന് പറഞ്ഞാൽ √6 ആ. അപ്പൊ
2√6i എന്ന് വന്നത് 2√6i. ഇനി ചെയ്യേണ്ടത് ഈ √2i മൈനസ് ഐ കൊണ്ട് ഗുണിക്കണം. i into i എന്താ? i into i സ്ക്വയർ. i സ്ക്വയറിന്റെ വാല്യൂ -1. ആ മൈനസ് ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. സോ ഇറ്റ് ഈസ് √2 എന്നേ ഉണ്ടാവുള്ളൂ. √2i into -i എന്ന് പറയുമ്പോൾ √2i സ്ക്വയർ എന്ന് വരും. i സ്ക്വയറിന്റെ വാല്യൂ -1. ആ മൈനസ് പ്ലസ് ആയി. സോ ഇറ്റ് ഈസ് √2. കേട്ടല്ലോ? ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ഇതിന് അധികം ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി ഇതിലെ റിയൽ പാർട്ടുകൾ ഒരുമിച്ച് ചെയ്താൽ അത് ഏതൊക്കെയാണ്? -6 പ്ലസ് √2. ഇതാണ് അതിന്റെ റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ടുകൾ ഒരുമിച്ച് ചെയ്താൽ ഏതൊക്കെ? +√3i പ്ലസ് 2√6i. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യണം? ഇതൊന്ന് രണ്ടൊന്ന് അതിനെ കണ്ട് പുറത്തേക്ക് എടുത്തിട്ടേ √3 പ്ലസ് 2√6 എന്ന് എഴുതി 2 വരെയും വരച്ചാൽ മാർക്കായി. ഇത്രയേ ഉള്ളൂ പരിപാടി. കേട്ടല്ലോ? അപ്പോ ഇതാണ് ചെയ്യേണ്ടത്. ഇത് a+b into c+d എന്ന് പറയുന്നത് നമ്മൾ കുറെ കാലം മുന്നേ പഠിച്ച സാധനമില്ലേ? ഓരോന്നിനും ബ്രാക്കറ്റ് തുറന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ i ഉണ്ട് എന്നുള്ളൂ, അല്ല വേറെ ഒന്നും ഇതിലില്ല. ഓക്കെ, അപ്പൊ അതും 2 മാർക്ക് കിട്ടി. ഇനി അടുത്താണ് ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 2 - 3i. നോക്കടാ, ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നുള്ളതിനെ വേറൊരു രൂപത്തിലൂടെ ചോദിക്കും. റെസിപ്രോക്കൽ എഴുതാൻ വേണ്ടി ചോദിക്കും. ഈ റെസിപ്രോക്കൽ എഴുതാൻ പറഞ്ഞാലും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതാൻ പറഞ്ഞാലും ഒക്കെ എന്താണ്? സെയിം തന്നെയാണ്. ഇപ്പോ z ആണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്ന സാധനം 1/z ആയിരിക്കും. എന്തായിരിക്കും? 1/z. ഇവിടെ z എന്നുള്ളതിന് പകരം 2 - 3i ആണ് കോംപ്ലക്സ് നമ്പർ. എന്താണ് കോംപ്ലക്സ് നമ്പർ? 2 - 3i. അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതാൻ പറയുമ്പോ എങ്ങനെ വരും? z ആണെങ്കിൽ 1/z, 2 - 3 ആണെങ്കിൽ 1/2 - 3i എന്ന് വരും. 1/2 - 3i എന്ന് വരും. ഇങ്ങനെ കണ്ടാൽ അവിടെ നിർത്തിക്കാണ്ട് പോകാൻ പറ്റൂല, പണി പാളും. എപ്പോഴും മനസ്സിലായിക്കൊള്ളണം. ഏത് ചോദ്യം ചെയ്യുമ്പോഴും മനസ്സിലായിക്കൊള്ളണം. ഒരു കാരണവശാലും താഴെ ആയി വരാൻ പാടില്ല. ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സാധനത്തിൽ ഒരു കാരണവശാലും, മലയാളം മീഡിയം ഛേദം എന്ന് പറയുന്ന സാധനത്തിൽ ഒരു കാരണവശാലും ഐ വന്നുകൊണ്ട് നിങ്ങൾ 2 വരട്ട് അവസാനിപ്പിച്ച് പോവരുത്. അതിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒഴിവാക്കണം. അപ്പൊ എങ്ങനെ ഒഴിവാക്കണം നോക്ക്. ഇതുപോലെ താഴെ ഡിനോമിനേറ്ററിൽ ഐന്റെ ടേം വന്നാൽ എന്ത് ചെയ്യണം എന്നറിയോ? താഴെ എന്താണോ ഉള്ളത് അതിന്റെ കോഞ്ചുഗേറ്റ് എടുക്കണം. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? a+ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ കോഞ്ചുഗേറ്റ് ആണ് a - ib. അതിന്റെ കോഞ്ചുഗേറ്റ് ആണ് എന്ത്? a - ib. അതായത് അതിന്റെ ഇന്റിജർ പാർട്ട്, ഇമാജിനറി പാർട്ടിന്റെ എന്ത് മാറ്റിയാൽ മതി? ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റിയാൽ മതിയടാ. അപ്പൊ നോക്ക്, ഇവിടെ 2 - 3i അല്ലേ? അപ്പൊ എന്തായിരിക്കും അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 + 3i ആയിരിക്കും. എന്തായിരിക്കും? 2 + 3i. ഈ 2 + 3i കൊണ്ട് താഴെയും മേലെയും ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാ ചെയ്യേണ്ടത്. കേട്ടാ? ഇനി ഇതിൽ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞുതരാം. എന്താ? അതിന്റെ ശേഷം നമുക്ക് ഇത് ബാക്കി ചെയ്യട്ടാ. നോക്കിക്കോ, ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് എന്ന് എഴുതിക്കോ. അത് 4 + 3i ആന്ന് എഴുതിക്കോ. 4 + 3i. എടാ പറഞ്ഞു നോക്കടാ, അതിന്റെ കോഞ്ചുഗേറ്റ് എന്താ? ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റിയ പോരെ. 4 + 3i കോഞ്ചുഗേറ്റ് എന്താ? 4 - 3i. എന്താ സാധനം? 4 - 3i. അങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോഞ്ചുഗേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു എന്ന് കരുതിക്കോ. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ? ആ സ്റ്റെപ്പ് ഒന്നും കാണിക്കണില്ല കേട്ടാ. ഇനി സ്റ്റെപ്പ് ചെയ്ത് നേരം വൈകണ്ട. ആ സ്റ്റെപ്പ് കാണിക്കണില്ല. ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് കോംപ്ലക്സ് നമ്പർ നോക്കുക. ഏതൊക്കെ നമ്പർ? 4ഉം 3ഉം അല്ല അതിലുള്ളത്. 4ന്റെ സ്ക്വയർ എഴുതുന്നു, 3ന്റെ സ്ക്വയർ എഴുതുന്നു, രണ്ടും കൂടി തമ്മിൽ കൂട്ടുന്നു. ദാറ്റ് ഈസ് 16 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അതാണ് അതിന്റെ ആൻസർ. അതായത് ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോഞ്ചുഗേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ആകെ ചെയ്യേണ്ടത് എന്തേ ഉള്ളൂ? ആ കോംപ്ലക്സ് നമ്പറിലെ നമ്പറുകൾ ഏതൊക്കെയാ നോക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക, അതിനെ തമ്മിൽ ആഡ് ചെയ്യുക. ആൻസർ കിട്ടി. കണ്ടോ? 4 + 3i × 4 - 3i എന്ത് കിട്ടി? 4² + 3² ദാറ്റ് ഈസ് ഈക്വൽ ടു 25. വേറൊരു എക്സാമ്പിൾ കൂടി നോക്കടാ. ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടാ. ക്വസ്റ്റ്യൻ വരലുണ്ട്. വേറൊരു എക്സാമ്പിൾ കൂടി നോക്കിക്കോ. വേറൊരു എക്സാമ്പിൾ ഇതാ. 5 + 2i. എന്താ അതിന്റെ കോഞ്ചുഗേറ്റ്? 5 - 2i. ഗുണിക്കടാ. ഗുണി. ഇതാ മതി. 5²
plus 2 square that is equal to 25 plus 4 equal to 29. കണ്ട എളുപ്പല്ലേ? ഇനി ഓരോ സ്റ്റെപ്പ് ഇട്ട് ഗുണിക്കാൻ നിൽക്കണ്ട, ഇതേപോലെ ചെയ്താൽ മതി കേട്ടല്ലോ. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എത്രയും എളുപ്പത്തിൽ ഈ രൂപത്തിൽ ചെയ്യാം. ഇനി ഇതിൽ തെറ്റിക്കാൻ പോകുന്ന ഒരു സാധനം കൂടി പറഞ്ഞുതരാം. അതും കൂടി ശ്രദ്ധിച്ചോ. ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഒരു കാരണവശാലും ഐ എടുത്തിട്ടില്ലല്ലോ, ആ നമ്പറിനെ മാത്രം എടുത്തേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഐ എന്ന് പറയുന്ന സാധനത്തിന് അവിടെ യൂസ് ചെയ്തിട്ടേ ഇല്ലട്ടാ. അതിങ്ങനെ തലയിൽ എടുത്തു വെച്ചോ, മറന്നു പോണ്ട. ഇനി തെറ്റിക്കാൻ പോണ സാധനം എന്താണെന്നറിയോ? 1+i എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ തന്നു. 1+i. എന്താ അതിന്റെ കോൺജുഗേറ്റ്? 1 - i. എന്താണ് 1 - i? അതിനെ തമ്മിൽ ഇതേപോലെ ഗുണിക്കാൻ പറഞ്ഞു. അപ്പോ സാധാരണഗതിയിൽ ആക്രാന്തം മൂത്ത് ആൾക്കാർ എന്ത് കാട്ടും അറിയോ? 1² + i² എന്ന് എഴുതും. അതോടുകൂടി കാര്യത്തിന് തീരുമാനമാവും. അത് തെറ്റി. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത്? ഐന്റെ ടേമുകളെ നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. ഐന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ഏതാന്ന് മാത്രമാണ് നോക്കുന്നത്. ശരിക്കും ഈ ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 1i എന്നാണ്. എന്താ അർത്ഥം? 1i. അപ്പൊ 1+1i ആണ് ആ കോംപ്ലക്സ് നമ്പർ. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്താ? 1 - 1i. അപ്പൊ ശരിക്കും ഗുണിക്കുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 1² + i² എന്നല്ല ചെയ്യേണ്ടത്, 1² + 1² എന്ന് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇത് തെറ്റിക്കാറുണ്ട്, ചോദ്യം വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടാ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും തമ്മിൽ എങ്ങനെ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള സംഗതി പഠിച്ചല്ലോ. ആ നമ്പറിന്റെ സ്ക്വയറുകൾ എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയോ? ഇതിന്റെ താഴേക്ക് നോക്കടാ, ഡിനോമിനേറ്ററിലേക്ക് നോക്ക്. എന്താ അവിടെ സംഭവിച്ചത്? 2 - 3i 2 + 3i കൊണ്ട് ഗുണിക്കണം, കോംപ്ലക്സ് നമ്പറും കോൺജുഗേറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2² + 3². താഴെ കിട്ടി, പണിവാളി കിട്ടിയില്ലേ? ഇനി മേലെ നോക്ക്, 1 × 2 + 3i. എന്താ 1 × 2 + 3i? 2 + 3i തന്നെ. അപ്പോ 2 + 3i ഡിവൈഡഡ് ബൈ 4 + 9 13. ഇതാണ് ഇതിന്റെ ആൻസർ. കണ്ട മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ട. ഇനി ഇതിനെ ഒരു എളുപ്പ വഴിയും കൂടി പറഞ്ഞുതരാം. വേറൊരു ചോദ്യം വെച്ചിട്ട് എളുപ്പ വഴി നോക്കട്ടെ. അത്ര ഒന്നും ചെയ്യാതെ എളുപ്പ വഴി. ഈ സാധനത്തിന് മായ്ച്ച് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഇട്ട് എളുപ്പ വഴി പറയാൻ പോവാ. നോക്കിക്കോ, ശ്രദ്ധിച്ചിരുന്നോ? ഇപ്പൊ കോംപ്ലക്സ് നമ്പർ 4 - 3i എന്ന് എഴുതിക്കോ. കോംപ്ലക്സ് നമ്പർ 4 - 3i ആണ്. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എഴുതണം. എളുപ്പത്തിൽ ആൻസർ പറയട്ടെ. 4 + 3i ഡിവൈഡഡ് ബൈ 4² 16 3² 9 25. ഇതാണ് അതിന്റെ ആൻസർ. എങ്ങനെ ചെയ്തത്? നമുക്ക് തന്ന കോംപ്ലക്സ് നമ്പർ ഇല്ലേ, ആദ്യം അതിന്റെ കോൺജുഗേറ്റ് എഴുതുക. അതായത് ഇവിടെ 4 - 3i തന്നു, അതിന്റെ കോൺജുഗേറ്റ് എഴുതി 4 + 3i ഡിവൈഡഡ് ബൈ ആ നമ്പറുകളുടെ 2 നമ്പറുകൾ ഉണ്ടാവുമല്ലോ, ആ 2 നമ്പറുകളെയും സ്ക്വയർ ചെയ്തിട്ട് അതിനെ തമ്മിൽ കൂട്ടുക. നോക്ക്, 4² 16 3² 9 2 കൂട്ടി 25. കഴിഞ്ഞ ആൻസറായി. ഇങ്ങനെ ചെയ്താലും സ്റ്റെപ്പ് ഇല്ലാതെ ഇങ്ങനെ ചെയ്താലും കിട്ടാനുള്ള മാർക്ക് കിട്ടും. കേട്ടല്ലോ? ഒറ്റ ചോദ്യം കൂടി നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ചോദ്യം കൂടി 5 + 2i മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ കാണണം. എന്താ ആൻസർ വരിക? 5 - 2i ഡിവൈഡഡ് ബൈ 25 + 4 ദാറ്റ് ഈസ് 5 - 2i ഡിവൈഡഡ് ബൈ 29 കിട്ടും. 10 സെക്കൻഡ് വേണ്ട ചെയ്യാൻ. കിട്ടിയല്ലോ, 2 മാർക്ക് കിട്ടി. പോവാം അടുത്ത ചോദ്യം. അതാ വീണ്ടും അതാ a+ib ഫോമിലേക്ക് എഴുതാൻ വേണ്ടി വന്നു. വളരെ സിമ്പിളാ ചോദ്യം. നോക്കിക്കോ. റൂട്ട് ഉണ്ടെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട, ഒക്കെ ചെയ്യാം. നോക്കിക്കോ, ആദ്യ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നല്ല ഭംഗിയിൽ മാറ്റി എഴുതുന്നു. 5 + √2i ഡിവൈഡഡ് ബൈ 1 - √2i. കണ്ട. ഇനി ആദ്യം തന്നെ പ്രശ്നക്കാരൻ താഴത്തുണ്ട്. ഒരു കാരണവശാലും ഈ താഴത്ത് വരരുതെന്ന് പറഞ്ഞ് ഇതിൽ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? അപ്പോ ഈ താഴെ ഉള്ളതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ. എന്താ താഴെ ഉള്ളതിന്റെ കോൺജുഗേറ്റ്? 1 + √2i. ഇതാ കിടക്കുന്ന താഴത്തും 1 + √2i. ആയിവാ. കണ്ട. താഴത്തത് വളരെ എളുപ്പം കഴിയും. എന്താ കാരണം? നേരത്തെയും പറഞ്ഞു, ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ 2ന്റെയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ താഴെ എന്ത് ചെയ്താൽ മതി? ഇതാ കോംപ്ലക്സ് നമ്പർ, ഇതാ എടുക്കുന്ന അതിന്റെ കോൺജുഗേറ്റ്, 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞത്. 1ന്റെ സ്ക്വയർ ചെയ്താൽ എന്താ? 1ന്റെ സ്ക്വയർ 1 പ്ലസ് മൈനസ് ഉള്ളതോ പ്ലസ് ഉള്ളതോ ഐ ഉള്ളതോ കുയി ഉള്ളതോ ഒന്നും നോക്കണ്ട. √2ന്റെ സ്ക്വയർ എന്താ? √2ന്റെ സ്ക്വയർ 2. താഴത്തെ പരിപാടി കഴിഞ്ഞിട്ടാ.
ഇനി മേലെ നോക്കിക്കോ 5 into 1 5 5 into root 2i 5 root 2i root 2i into 1 root 2i then root 2 into root 2 എന്താ 2 ആ i സ്ക്വയറിന്റെ വാല്യൂ -1 ആ that is -2. അപ്പോ ഇതിലെ റിയൽ പാർട്ട് തന്നെ ഒന്ന് 5 ഒന്ന് -2 that is 3 5 -2 എന്ന് പറഞ്ഞാൽ 3 5 root 2i യും root 2i യും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും 6 root 2i divided by 3. ഒന്നുകിൽ ഇങ്ങനെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ചെറുതാക്കി നോക്കിക്കോ. ഈ ചെറുതാക്കുമ്പോ പല ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, ഈ 3നെ വെട്ടുന്നിട്ട് 1 എഴുതിയേക്കും, ടാറ്റ പറഞ്ഞ പോകും, ഓരോ തെറ്റി. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ 3 ഇട്ടാൽ അതിന്റെ അർത്ഥം മേലെയുള്ള ഓരോ ടേമുകളെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാ. അപ്പൊ ആദ്യം 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1 പ്ലസ് കഴിഞ്ഞോ ഇല്ല 6 root 2iനെയും 3നെ കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ്, ദാറ്റ് ഈസ് 2 root 2i. ആൻസർ 1 plus 2 root 2i അതാണ് ആൻസർ വരിക കേട്ടാ. അപ്പൊ 3 കൊണ്ട് വെട്ടിങ്ങാണ്ട് പോരുതേ, തെറ്റും. അപ്പൊ അതായി. ഇനി ഇതാ അടുത്ത ചോദ്യം സ്ഥിരമായി ചോദിക്കുന്ന, എത്രയോ കൊല്ലങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യ. ഒന്നുകിൽ i raised to -35 ചോദിക്കും, അല്ലെങ്കിൽ i raised to -39 ഒക്കെ ചോദിക്കലുണ്ട് കേട്ടാ. നോയിക്കോ i raised to -35 ഇതിന്റെ വാല്യൂ കാണണം. പ്രശ്നമാണ്. നോയിക്കോ ആദ്യം ഇവിടെ നോക്കുമ്പോ ഇതിന്റെ പവർ എന്ന് പറയുന്ന സാധനം, ഐന്റെ പവർ എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് നമ്പർ അല്ലേ. ആദ്യം നമുക്ക് അതിനെ പോസിറ്റീവ് നമ്പർ ആക്കി മാറ്റാം. അപ്പോ എങ്ങനെ പോസിറ്റീവ് ആകും? i raised to -35 എന്നുള്ള പോസിറ്റീവ് ആകുമ്പോ 1 divided by i raised to 35 എന്നായി. ഇങ്ങനെ 1 divided by i raised to 35. അതായത് i raised to -35 എന്നുള്ള സാധനം 1/8 എഴുതുക, അപ്പൊ മൈനസ് ഉള്ളതാണ് പോയി കിട്ടും. അതായത് i raised to -5നെ എപ്പോ എങ്ങനെ എഴുതും? 1 divided by i raised to 5 എന്ന് എഴുതും, ആ രൂപത്തിൽ കേട്ടാ. ഇനിയാണ് അടുത്ത സംഗതി, നിങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്ത സംഗതി. നോയിക്കോ ഐന്റെ വലിയൊരു പവർ അവിടെ തന്ന് എന്താ തന്നത്? i raised to 35. അത് കണ്ട് ഞെട്ടണ്ട, അതിനെപ്പോ ചെറുതാക്കും. ഇങ്ങനെ ഐന്റെ വലിയ പവറുകളൊക്കെയാണ് തന്നതെന്ന് കരുതിക്കോ. ആ വാല്യൂസ് കണ്ടെത്താൻ ഭയങ്കര എളുപ്പാ. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആ പവർ ഉണ്ടല്ലോ, ഇവിടെ എത്ര പവർ? 35 അല്ലേ. ആ പവറിനെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് കിട്ടും? 8 4 32, 3 റിമൈൻഡർ ആയിട്ട് കിട്ടും. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആ റിമൈൻഡർ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ 3 എന്ന് പറഞ്ഞ നമ്പർ, അതിന് ഐന്റെ പവർ ആക്കി ചെയ്താ. അതായത് i raised to 35 എന്ന് പറയുന്നത് ശരിക്ക് i ക്യൂബിന് തുല്യമായിരിക്കും. എന്തിനു തുല്യമായിരിക്കും? i ക്യൂബിന്. അപ്പോ ഈ 1/i raised to 35 എന്നുള്ളതിനെ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? 1 divided by i ക്യൂബ് എന്ന് എഴുതാം. കേട്ടല്ലോ? അപ്പൊ വലിയ പവർ വന്നാലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തോ. അപ്പോ i raised to 21 ആണ് എക്സാമ്പിൾ ട്ടാ. ഈ ക്വസ്റ്റ്യൻ അല്ല വേറെ പറയണേ. i raised to 21ന്റെ വാല്യൂ കാണണം. ഇങ്ങനെയും ഒരു മാർക്കും ചോദ്യം ചോദിക്കലുണ്ട്. എന്ത് ചെയ്താൽ മതി? 21നെ 4 ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 വരും. എന്നിട്ട് റിമൈൻഡർ എത്ര വരും? 1 എന്ന് കിട്ടും. ശരിയല്ലേ? 20ൽ കറക്റ്റ് ആയിട്ട് പോകുന്ന റിമൈൻഡർ കിട്ടും. സോ i raised to 21 എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് ഈക്വലാ? i raised to 1നോട് ഈക്വലാ. i raised to 1 തന്നെ i കിട്ടിയല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. i raised to 22ന്റെ വാല്യൂ കാണണം. എന്ത് ചെയ്യണം? 22നെ 4 ഡിവൈഡ് ചെയ്യുന്നു. റിമൈൻഡർ എത്ര? 2. അപ്പൊ എന്ത് കിട്ടും? i സ്ക്വയർ ഈക്വൽ ടു -1. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കൂടി പറഞ്ഞു നോക്ക്. i raised to 20 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ ഇല്ല. അപ്പൊ ആൻസർ ഇല്ലാതെ പോകരുത്. റിമൈൻഡർ ഇല്ലെങ്കിൽ i raised to 0 എന്ന് എഴുതിക്കൊള്ളാം. റിമൈൻഡർ ഇല്ലെങ്കിൽ i raised to 0. ഏതൊരു നമ്പർ raised to 0 that is equal to 1. So i raised to 20 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാ? 1നോട് ഈക്വലാ. അപ്പൊ ഇതുപോലെ ഐന്റെ വലിയ പവറുകളാണ് വരുന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടാൻ വളരെ എളുപ്പ. എന്ത് ചെയ്താൽ മതി? ആ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താണോ റിമൈൻഡർ വരുന്നത് അതിനെ ഐന്റെ പവർ ആക്കി ചെയ്ത്, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കുന്നു? i raised to 35നെ എങ്ങനെ മാറ്റി? i ക്യൂബ് എന്ന് മാറ്റി. എന്താണ് i ക്യൂബിന്റെ വാല്യൂ? -i. അപ്പൊ ഇത് എങ്ങനെ മാറി? 1 divided by -i എന്നായി. എന്തായി? 1 divided by -i എന്നായി. ഇനി നേരത്തെ പറഞ്ഞു, ഒരു കാരണവശാലും താഴെ എന്ത് വരരുത്? i വരരുത്. ഇതിൽ i വന്നില്ലേ? എന്ത് ചെയ്യും? ഇതിന്റെ കോഞ്ചുഗേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. -iന്റെ കോഞ്ചുഗേറ്റ് എന്താ? +i. അപ്പൊ മേലെയും i താഴെയും i.
എന്താണ് 1 into i എന്ന് പറഞ്ഞാൽ i ആണ് കേട്ടോ, i into i എന്താ i square. I squareന്റെ വാല്യൂ എന്താ -1. ആ മൈനസ് ഈ മൈനസ് ഇവിടെ എന്തായി +1 ആയി. ദാറ്റ് ഈസ് i divided by 1. i divided by 1 എന്ന് പറഞ്ഞാൽ i ആണ്. a plus ib ഫോമിൽ എഴുതുമ്പോൾ 0 plus 1 i എന്നോ അല്ലെങ്കിൽ i എന്നോ എഴുതാം. അപ്പൊ എന്തായി a plus ib ഫോമായി കേട്ടല്ലോ. ഇത്രേ ഉള്ളൂ. എളുപ്പല്ലേ? 2 മാർക്ക് കിട്ടിയില്ലേ? ഇനി നോക്കിക്കോ അടുത്തത് വീണ്ടും a plus ib. എന്തുവാണ് ഇത്? വീണ്ടും a plus ib നോക്കിക്കോ. ഇത് കണ്ട i raised to -39. നേരത്തെ പറഞ്ഞില്ലേ -35 ഉണ്ട്, -39 വന്നിട്ടാ. നോക്കിക്കോ ഇതെങ്ങനെ ചെയ്യും നോക്കിക്കോ. ഇത് എളുപ്പാ. ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ i ഇതാ നടുവിൽ വന്ന് നിൽക്കണം. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നടുവിൽ വന്ന് നിൽക്കണം. ആദ്യം മാറ്റി എഴുതാ. ഭംഗിയിൽ എഴുതുമ്പോ എങ്ങനെ വരൂടാ നോക്ക്. 5i into -3i divided by 5 എന്നാവും ഭംഗിയില്. ഇനി താഴെ മേലെയുള്ള 5നെയും വെട്ടി. ഇനി എന്തായി -3i square എന്നായി. ഇത് എന്തായി -3i square. എന്താണ് i squareന്റെ വാല്യൂ? -1. ദാറ്റ് ഈസ് -3 into -1 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 3 plus 0i എന്ന് എഴുതിയാൽ ആ ആൻസർ ആയി. എന്ത് എഴുതണം? 3 plus 0i എന്ന് എഴുതി അതായി. ഇനി അടുത്ത ചോദ്യം i raised to 9 plus i raised to 19. i raised to 9 ന്റെ വാല്യൂ ആണ്. എളുപ്പല്ലേ? 9 നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 1. അപ്പൊ i raised to 9 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു i. ഇനി i raised to 19 19 4 വെച്ച് ഡിവൈഡ് ചെയ്യണം, 3 റിമൈൻഡർ വരും. i cube is equal to -i. i cube equal to -i. അപ്പൊ i - i എന്താണ്? i - i 0. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. 0 plus 0i എന്ന് എഴുതിയ ആ ആൻസർ ആയി. ഇനി നേരത്തെ ചെയ്ത പോലെ ഇതാക്കണം i raised to -39. എങ്ങനെ വാല്യൂ കാണും? 1 divided by ആദ്യം ആ നെഗറ്റീവ് ഉള്ള സാധനത്തിനെ പോസിറ്റീവ് ആക്കി മാറ്റണം. അപ്പോ 1 divided by i raised to 39. ഇതാണ് ആദ്യ സ്റ്റെപ്പ്. 1 divided by i raised to 39. ഇനി i raised to 39 ന്റെ വാല്യൂ കണ്ടാ പോരെ? 39 ന്റെ വാല്യൂ എന്ത് ചെയ്യും? 39 divided by 4. അപ്പൊ എന്ത് കിട്ടും? 9 4 36. 3 റിമൈൻഡർ കിട്ടും. അപ്പൊ എന്തായി? 1 divided by i cube എന്നായി. ഇത് 1 divided by i cube. എന്താ i ക്യൂബിന്റെ വാല്യൂ? -i അല്ലേ? സോ 1 divided by -i എന്ന് കിട്ടി. വീണ്ടും പ്രശ്നം. താഴെ i വന്നു. എന്താക്കണം? കോഞ്ചുഗേറ്റ് എടുക്കുക. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ i കൊണ്ട് താഴെയും മേലെയും മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 1 into i എന്ന് പറഞ്ഞാൽ i ആണ്. i into i square. i square ന്റെ വാല്യൂ -1. ആ -1 എന്തായി? +1 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു i എന്നായി. അപ്പൊ ഇനി a plus ib ഫോമിൽ ചെയ്യുമ്പോൾ 0 plus 1i എന്നോ അല്ലെങ്കിൽ i എന്നോ എഴുതിയാൽ ആൻസർ ആയി. കേട്ടല്ലോ? എത്ര എളുപ്പമാണ് ചെയ്യണത്. 2 മാർക്ക് കിട്ടിക്കോ. ദയവുണ്ടും ഇതും ആ പറഞ്ഞ പോലെ തന്നെ a plus ib ഫോമിലേക്ക് മാറ്റാന് വളരെ എളുപ്പമാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ്, വളരെ എളുപ്പമാണ്. ഇപ്പൊ നോക്കടാ 3 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 7 plus 7i അല്ലേ? 3 കൊണ്ട് ഓരോരുത്തരും ഗുണിച്ചോ. 3 into 7 21 plus 3 into 7i 21i ആയല്ലോ. then 7 into i 7i. then 7i into i എന്താ? 7i into i 7i square എന്ന് വരും. 7i square. i square ന്റെ വാല്യൂ എന്താ? -1. 7 into -1 -7. ഇനി ഏതൊക്കെ ഇതിലെ റിയൽ പാർട്ടുകൾ? 21 -7. 21 -7 തന്നെ 14. പിന്നെ 21iയും 7iയും കൂടി കൂട്ടിയാൽ 28i. കഴിഞ്ഞു. ഇത്ര സിമ്പിൾ. ഇത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ അതായി. ഇനി അടുത്തത് ഇതാ ഈ സാധനം. ഇത് ചെയ്യണം. ഇത് ചെയ്ത് നോക്കുക. ഇതിന് ആദ്യം നമുക്ക് ഭംഗിയിൽ ഒന്ന് എഴുതി നോക്കട്ടാ. ഭംഗിയിൽ എഴുതാ. എങ്ങനെ എഴുതാ? 1 - i. എന്നിട്ട് ഈ മൈനസിന്റെ ഉള്ളിലേക്ക് കൊടുക്കണേ. ഈ മൈനസും കൂടെ എന്തായി? +1. ഈ മൈനസിന് 6i കൊടുക്കുമ്പോ എന്തായി? -6i ആയല്ലോ. 1ഉം 1ഉം കൂട്ടിയാൽ 2. -iയും -6i കൂടെ കൂട്ടിയാൽ -7i. കഴിഞ്ഞു. 2 - 7i. കണ്ടാ? 1 മാർക്ക് ഇങ്ങോട്ട് കൈ പോകുന്നില്ലേ? അത്രേ ഉള്ളൂ കേട്ടാ. വീണ്ടും a plus ib ഫോമിൽ തന്നെ എഴുതാനാ. ഇതിൽ കുറച്ച് ഇങ്ങനെ ബൈ ഒക്കെ കണ്ടിട്ട് വേദനാവണ്ട. ഒക്കെ എളുപ്പാട്ടാ. ഇതില് ആകെ ചെയ്യേണ്ടത്, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആകെ ചെയ്യേണ്ടത് അതിന്റെ റിയൽ പാർട്ടുകളെ തമ്മിൽ ചെയ്യണം, അതേപോലെ ഇമാജിനറി പാർട്ടുകളെ തമ്മിൽ ചെയ്യണം എന്നുള്ളതാ. ഇതിൽ നോക്കുമ്പോൾ റിയൽ പാർട്ട് ഏതാണ്? ഒന്ന് 1/5 ആണ്, ഒന്ന് -4 ആ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? 1/5 -4 ആദ്യം ചെയ്ത് കൊടുക്കാം. അപ്പോൾ -4 എന്നുള്ളത് നമുക്ക് -4/1 ഇടാട്ടാ. അപ്പൊ 5 into 1 5 ആണ്. ഇത് കൂടെ പോയാൽ 1 - 20 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -19 divided by 5 എന്ന് കിട്ടി.
എന്നിട്ട് -19/5. അപ്പൊ അതിന്റെ റിയൽ പാർട്ട് ചെയ്തിട്ടാ. ഇനി അതിന്റെ ഇമാജിനറി പാർട്ട് നോക്കിക്കോ. തെറ്റിക്കാൻ വേണ്ടി ആ ചെയ്താൻ അവിടെ ഉണ്ട്. ചെയ്താൻ ഐ നടു വന്ന് കിടക്കണ്. അതിന് ആദ്യം നമുക്ക് ഭംഗിയിൽ എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും? 2i/5 എന്നുണ്ടാവും. എങ്ങനെ ഉണ്ടാവും? 2i/5 മൈനസ് ഈ മൈനസിന് കൊടുക്കുമ്പോൾ എന്താവും? 5i/2 എന്നായി. എന്തായി? 5i/2. നോക്ക്, രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം അല്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 5 × 2 10. ഇതങ്ങോട്ട് പോകുമ്പോ 4i എന്ന് വരും. ഇത് അങ്ങോട്ട് പോകുമ്പോ -25i എന്ന് വരും. 4i എന്ന് 25 കുറച്ച -21i/10. -21i/10. ഇനി ഈ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടെ ഒന്ന് ചേർത്ത് എഴുതിയാൽ മതി, ആൻസർ ആയി. അപ്പൊ എന്തായി? -19/5 -21i/10. ഇതാണ് അതിന്റെ ആൻസർ. കണ്ടല്ലോ, ഒന്നുമില്ല. സാധാമാരി കൂട്ടുക, സാധാമാരി കുറയ്ക്കുക. ആകെയുള്ള പ്രശ്നം ഇതിൽ എന്തുണ്ട്? ആ താഴെ ഇങ്ങനെ ഡിനോമിനേറ്റർ ഒന്നും സെയിം അല്ലാതെ കിടക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടാ. അപ്പൊ അതായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേമാതിരി തന്നെ വലിയൊരു ക്വസ്റ്റ്യനാ. നോക്കിക്കോ, വലിയ ക്വസ്റ്റ്യൻ അപ്പൊ ചെയ്യാം. നോക്കിക്കോളോ. ആദ്യം നമുക്ക് എന്താക്കാന്നറിയോ? ആ വലിയ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അതാ 2 നമ്പർ എടുക്കുന്നത്, അതിനെ തമ്മിലാണ് ചെയ്ത് കേട്ടാ. അപ്പൊ അതിനെ ചെയ്യുമ്പോ അതിന്റെ റിയൽ പാർട്ടിലുള്ള നമ്പറുകൾ ഏതൊക്കെയാണ്? ഒന്ന് 1/3 ആണ്, ഒന്ന് 4 ആ. അപ്പൊ ആദ്യം അതിനെ തമ്മിലൊന്ന് കൂട്ടിക്കളയാം. 1/3 + 4. 4നെ 4/1 ഇടാം ഭംഗിക്ക്. 3 × 1 3. ഇതുകൊണ്ട് പോകുമ്പോ 1 + 12 ദാറ്റ് ഈസ് 13/3 എന്നായിട്ടാ. 13/3. ഓക്കെ. ഇനി അതിന്റെ ഇമാജിനറി പാർട്ടുകളെ തമ്മിൽ ചെയ്യാം. എല്ലായിടത്തും ഉണ്ട് ഈ ഐ കൊണ്ടേക്കാണ് നടുവിലിടുന്ന പരിപാടി. അതിനെ മാറ്റണം. അത് എങ്ങനെ മാറ്റും? 7i/3. 7i/3 + 1i/3 എന്നായി. 7i/3 + 1i/3. അപ്പൊ രണ്ടും കൂടി കൂട്ടി എന്തായി? 8i/3 എന്ന് വരും. എന്ത് വരും? 8i/3. അപ്പോ ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സാധനം ഇനി ഒന്ന് കൂട്ടിച്ചേർത്ത് എഴുതിയാൽ അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടൊക്കെ ഒന്ന് ഭംഗിയിൽ എഴുതി എങ്ങനെ ഉണ്ടാവും? 13/3 + 8i/3 എന്നുണ്ടാവും. അപ്പോ ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ, അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഈ സാധനം നമ്മൾ ചെയ്ത് അതിനെ ചെറുതാക്കിയപ്പോ എന്ത് കിട്ടി? 13/3 + 8i/3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്ത് ഇനിയും ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അതിനെ ചെയ്യണം. അപ്പൊ അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ മൈനസിന്റെ ഉള്ളിലേക്ക് കൊടുക്കണം. ഈ മൈനസും എന്താവും? പ്ലസ് ആവും. പ്ലസ് ആവുമ്പോ എന്താവും? +4/3 എന്നായി. എന്തായി? +4/3. ഇനി ഈ മൈനസ് ഈ പ്ലസിന് കൊടുക്കുമ്പോഴോ അത് -i എന്നും വന്നു. എന്തെന്നും? -i എന്നും വന്നു. കേട്ടല്ലോ. അപ്പൊ ഇതിനെങ്ങനെ എഴുതി? ഇനി ഇങ്ങനെ നോക്കുമ്പോ ഐ ഇല്ലാത്ത 2 ടേമുകൾ, ഒന്ന് 13/3, ഒന്ന് 4/3. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആ. ഡിനോമിനേറ്ററിനെ 3 ആക്കി തന്നെ എഴുതുന്നു. 13 4 കൂട്ടുക 17. ഇനിയോ ഐ ഉള്ള ടേമിനെ നോക്കുമ്പോ അത് രണ്ടും ഡിനോമിനേറ്റർ സെയിം അല്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ചെയ്തോ. 3 × 1 3. 1 × 8i എന്താ? 8i. 3 × -i എന്താ? -3i. താഴത്ത് എഴുതുമ്പോ 17/3. 8i ന്ന് 3i പോയാൽ പ്ലസ് അല്ലേ? 5i/3. എങ്ങനെ പ്ലസ് വന്നടാ? 8i ന്ന് 3i പോയാൽ +5i അല്ല, അതുകൊണ്ട് വന്നാട്ടാ. അപ്പൊ എന്തായി? 17/3 + 5i/3 എന്നായി. ഇത് മതി. ഇനി ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി എഴുതിക്കോ. 17 + 5i/3 ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ.